ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം തിരുക്കുടുംബം വിചിന്തനം നമുക്ക് തുടരാം. നമ്മളിന്ന് ധ്യാനിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന മറ്റൊരു വില്ലനെക്കുറിച്ചാണ്. അതാണ് ബാബേൽ കൾച്ചർ. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് രണ്ട് കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഉൽപ്പത്തി 11 നമ്മൾ കാണുന്നത് ബാബേൽ കൾച്ചർ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പെൻഡക്കോസ്റ്റ് കൾച്ചർ. ഈ രണ്ട് കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ നടമാടുന്ന ഒന്നാണ് ബാബേൽ കൾച്ചർ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽക്കാർ തങ്ങളുടെ അഹങ്കാരം മൂലം അവർ ചിന്തിച്ച ഒരു കാര്യം, നമുക്കൊരു ഗോപുരം പണിയാം, മാനം മുട്ടി നിൽക്കണം, അത് നമ്മുടെ അഭിമാനത്തിൻ്റെ ഭാഗമായി മാറണം. ഇനി അവർ ദൈവത്തെ മറന്ന് തങ്ങളുടെ അഹങ്കാരത്തിൽ ഒരു കാര്യം തീരുമാനിച്ചപ്പോൾ അവിടെ സംഭവിച്ചത് അവരുടെ ഭാഷ ഭിന്നിക്കപ്പെട്ടു. ഒരാൾ ഒരു കാര്യം സംസാരിക്കുന്നു, അവരെ കേൾക്കുന്നവർക്കത് തിരിയുന്നത് മറ്റൊരു രീതിയിൽ. അങ്ങനെ സംഭവിച്ചാൽ എന്തുമാത്രം പ്രശ്നമുണ്ടാകാം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് പല കുടുംബങ്ങളിലും ഇത് സംഭവിക്കുന്നത് കാണാൻ പറ്റും. പറഞ്ഞയാൾ ഉദ്ദേശിച്ചതല്ല കേട്ടയാൾക്ക് തിരിഞ്ഞത്. അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മറ്റു ചില കുടുംബങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കമ്മ്യൂണിക്കേഷനേ ഇല്ല, ആശയവിനിമയം അവിടെ നടക്കുന്നില്ല. ഭാഷ അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഒരേ ഭാഷ അറിയാവുന്നവർ പക്ഷെ പരസ്പരം സംസാരിക്കത്ത് പോലും ഇല്ലാതെ അങ്ങനത്തെ അന്തരീക്ഷമുള്ള കുടുംബങ്ങൾ കണ്ടെത്താൻ പറ്റും. പെൻഡക്കോസ്റ്റ് കൾച്ചറിൻ്റെ ഒരു പ്രത്യേകത, പത്രോസ് സംസാരിച്ചു ഒരു ഭാഷയിൽ, അവനെ ശ്രവിച്ചുകൊണ്ടിരുന്നവർ പല ഭാഷകളിൽപ്പെട്ടവരാണ്. പക്ഷെ അവർക്ക് താന്താങ്ങളുടെ ഭാഷയിൽ അത് ശ്രവിക്കാൻ സാധിച്ചു. എന്ന് പറഞ്ഞാൽ ഭാഷ അവിടെ ഒരു തടസ്സമായില്ല. ശരിക്കും നമ്മളെ നയിക്കുന്നത് പെൻഡക്കോസ്റ്റ് കൾച്ചറാണെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് സ്വഭാവത്തിന് വ്യത്യാസങ്ങളുണ്ടായിരിക്കാം, കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസങ്ങളുണ്ടായിരിക്കാം. പക്ഷേ കുടുംബാംഗങ്ങൾക്ക് പരസ്പരം അംഗീകരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും പങ്കുവയ്ക്കാനുമുള്ള ഒരഭിഷേകമുണ്ടാകും. പെൻഡക്കോസ്റ്റ് കൾച്ചറാണ് അവരെ ഭരിക്കുന്നത് എങ്കിൽ. പറയുണ്ട്, നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് നോക്കി ഈ ബാബേൽ കൾച്ചർ എന്ന വില്ലൻ നമ്മുടെ കുടുംബത്തിൽ കൊടികുത്തി വാഴുന്നുണ്ടോ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ആശയവിനിമയത്തിന് പ്രധാനപ്പെട്ടത് ഭാഷയല്ല, സ്നേഹമാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഈ കമ്മ്യൂണിക്കേഷൻ കോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുള്ളവർക്ക് പഠിപ്പിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നാം കൊടുക്കേണ്ടത് വിഷയത്തിനല്ല, അതുപോലെ തന്നെ ടോണിനല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നോൺ വെർബൽ എക്സ്പ്രഷൻ. ഉദാഹരണത്തിന് നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം, അതിന് അത്ര വലിയ പ്രാധാന്യമില്ല. നമ്മൾ സംസാരിക്കുന്ന ടോൺ, എനിക്ക് വേണമെങ്കിൽ സൗമ്യമായിട്ട് സംസാരിക്കാം, കയർത്ത് സംസാരിക്കാം. ടോൺ ഡിഫറൻ്റ് ആയിരിക്കും. അതിന് ഈ വിഷയത്തെക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട്. അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നോൺ വെർബൽ എക്സ്പ്രഷൻ. ഒരുപാട് കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യം, ചിലർ വേണമെങ്കിൽ ദേഷ്യം വന്നു കഴിയുമ്പം ഒന്നും മിണ്ടാറില്ല, പക്ഷെ അവർ കതക് വലിച്ചടയ്ക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും എത്രമാത്രം അവർ ദേഷ്യത്തിലാണ് എന്നുള്ളത്. അത് നോൺ വെർബൽ എക്സ്പ്രഷൻ. വേണമെങ്കിൽ അവർക്ക് ന്യായീകരിച്ച് പറയാം, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ നോൺ വെർബൽ എക്സ്പ്രഷനാണ് വാക്കുകളേക്കാൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഇടയിലുള്ള ആശയവിനിമയം ദൈവികമാകണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, സ്വന്തം ഇഷ്ടങ്ങൾക്കുപരിയായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നവരായിട്ട് മാറണം. ഫിലിപ്പിയർ 2-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, സ്വന്തം നന്മയേക്കാൾ മറ്റുള്ളവരുടെ നന്മ കാക്ഷിക്കണം. 1 കൊറിന്തോസ് 10:24 നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഞാനല്ല
ഞാനില്ല എന്ന മനോഭാവം നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ അത് ഞാൻ മൂലമല്ല, ദൈവാനുഗ്രഹം കൊണ്ടാണ്. വളർത്തിയത് ഞാനല്ല, ദൈവമാണ് എന്ന് പൗലോസ്ലീഹ പറയുന്നത് 1 കൊറിന്തോസ് 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ മനോഭാവം ഉൾക്കൊള്ളുന്നവരാണ് കുടുംബാംഗങ്ങളെങ്കിൽ ആ കുടുംബം പെന്തക്കോസ്റ്റ് കൾച്ചറിൽ മുമ്പോട്ട് പോകുന്ന ഒരു കുടുംബമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവർ, ബാബേൽ കൾച്ചർ നീങ്ങിപ്പോകാനും പെന്തക്കോസ്റ്റ് കൾച്ചർ നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് സ്ഥാനം പിടിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ കുടുംബ പ്രതിഷ്ഠയിലേക്ക് പ്രവേശിക്കാം. നമ്മളിന്ന് പൊതുനിയോഗമായിട്ട് വയ്ക്കുന്നത് ഭീമമായ കടബാധ്യതയുടെ മുമ്പിൽ നഷ്ടം തിരിയുന്ന വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്കിപ്പോൾ കുടുംബ പ്രതിഷ്ഠയിൽ പങ്കുചേരാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറി യൗസേപ്പ് പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിനി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.